ഗൈസ് അങ്ങനെ ഞങ്ങൾ മറൈൻ എക്സ്പോ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കുറേ ദിവസമായി നമ്മളിവിടെ വരണം, ഇതുവരെ കൊണ്ട് ഇത്തരം കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് അവസാനം ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 120 രൂപയാണ്. അതേപോലെ 5 വയസ്സിന് മേളിലുള്ള എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം. ക്യാഷും ജിപേയും 2 ഓപ്ഷനും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ എന്തായാലും 2 ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറുകയാണ്. ഓക്കെ, നമ്മളവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ചേച്ചി ചോദിക്കുക നമ്മൾ യൂട്യൂബേഴ്സാണോ, അപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ അതിനാ ചേച്ചി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്നൊക്കെ. വെറും 400 ഫോളോവേഴ്സ് മാത്രമല്ല നമ്മുടെ വീഡിയോ ചേച്ചി കാണാൻ യാതൊരു വഴിയില്ല ഗൈസ്. എന്തായാലും നമ്മളിപ്പോൾ അതിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഉള്ളിൽ പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറിയത് തൊട്ട് ഭയങ്കര സന്തോഷമായി. അവളുടെ മുഖത്ത് ഭയങ്കര സന്തോഷം കാണാം നമുക്ക്. ഇവിടെ ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട്. ഇത്തൊട്ടിന് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആളെന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. മീനിനോടൊക്കെ തൊട്ട് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവൾ ഓരോ മീനിൻ്റെ അടുത്ത് പോകുമ്പോഴും നമ്മൾ അവളുടെ ഓരോ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അവളുടെ പിന്നാലെ ഇങ്ങനെ നടന്നു. അവളെ എൻജോയ് ചെയ്യുന്നത് കണ്ട് നമ്മൾ എൻജോയ് ചെയ്ത് നടന്നു. ഈ ഒരു സ്പോട്ടിൽ നല്ല രസമായിരുന്നു മീനുകളെ കാണാനും. പിന്നെ അതിൻ്റെ 2 സൈഡിൽ നിന്നുള്ള ലൈറ്റിങ്ങും എല്ലാം കൊണ്ടും നല്ല രസമുണ്ടായിരുന്നു. ഇവിടുത്തെ വ്യൂസും ഫിഷെല്ലാം ഒരുപാട് വെറൈറ്റി ഫിഷുകളുണ്ടായിരുന്നു. ഇത്തൂട്ടനാണെങ്കിൽ എത്ര കണ്ടിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. വീണ്ടും വീണ്ടും ഓരോ മീനിൻ്റെ അടുത്ത് പോവുക, അതിന് തൊടാൻ നോക്കുക, അതിൻ്റെ അടുത്ത് സംസാരിക്കുക. നല്ല രസമായിരുന്നു പരിപാടി. കറക്റ്റ് നമ്മൾ പോയി അന്ന് തന്നെ അവിടെ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം കുറേ ആൾക്കാർ നിൽക്കുന്നത്. അത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിയുന്നവരെ എന്തായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഒരു തിക്കും തിരക്കും ഇല്ലാതെ നമ്മൾ അതിൻ്റെ അടുത്ത് പോയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇത്രയും കുറേ ടാറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു, കുറേ കിസ് കൊടുക്കുന്നുണ്ടായിരുന്നു, ഹാർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ.
അങ്ങനെ മെർമെയ്ഡിനോട് യാത്രയൊക്കെ പറഞ്ഞാൽ നമ്മൾ എക്സിറ്റ് അടിക്കാൻ തീരുമാനിച്ചു. എക്സിറ്റിലേക്ക് പോയി നോക്കുമ്പോഴാണ് മനസ്സിലായത് പിന്നെ അവിടെ ഫുള്ള് ഷോപ്പുകളായിരുന്നു. അതേപോലത്തെ ഒരു ഷോപ്പുകൾ ഇത് കണ്ടു. ഇതൊട്ടിന് ആ ബാഗ് വേണമെന്നായിരുന്നു. ആ ബാഗ് മേടിച്ച് പിന്നെ ഫുൾ അവിടെ ആ ബാഗ് വിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പായിരുന്നു പരിപാടി. കാണുന്നവർക്കൊക്കെ ടാറ്റ കൊടുക്കുക, കാണുന്നവർക്കെല്ലാം ഹായ് പറയുക തന്നെയായിരുന്നു പരിപാടി. ഞങ്ങളാണെങ്കിൽ അപ്പുറത്ത് കുറച്ച് ഷോപ്പിംഗ്, അതായത് അച്ചാർ, നല്ല നാടൻ അച്ചാറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും 1-2 ഫ്ലേവർ നമ്മൾ മേടിച്ചു. പിന്നെ അനിയൻ്റെ കാറിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു റൊണാൾഡോൻ്റെ ഒരു ഇത് നമ്മൾ മേടിച്ചു. അവൻ ഭയങ്കര റൊണാൾഡോ ഫാനാണ്, അതുകൊണ്ട് അതും ഒരെണ്ണം മേടിച്ചു. ഈ ടൈമിൽ ഇത്തുട്ടനാണെങ്കിൽ ഫുൾ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കുകയായിരുന്നു. ആൾ ഫുൾ വൈബ് അടിച്ച് എൻജോയ് ചെയ്ത് നടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ സംഭവത്തിൻ്റെ ഒരു സെറ്റ് നമ്മൾ മേടിച്ചു. ആ ചട്ടിക്കും അതിനുള്ളിലുള്ള തിരി ഒരു 1 മന്തിലേക്കുള്ള മേടിച്ചു. ടോട്ടൽ ഒരു 200 റുപ്പീസ് ആയത്. പിന്നെ നോക്കുമ്പോൾ ഒരു 30-40 വെറൈറ്റി രാജസ്ഥാനി അച്ചാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല 2 ഫ്ലേവർ മേടിച്ചു. കാണാനൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ടേസ്റ്റും ബാക്കി കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. എന്തായാലും 2 ഫ്ലേവർ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഗായ്സ്, ഇത് ഭയങ്കര ഫീലാണ്. 90s കിഡ്സിന് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. നമ്മൾ ചെറുപ്പത്തിൽ 10 പൈസ 20 പൈസയൊക്കെ എടുത്ത് വെച്ച് എൻജോയ് ചെയ്ത് മേടിച്ചിരുന്ന മിഠായികളാണ് ഇതെല്ലാം. കണ്ടോ ഭയങ്കര സന്തോഷമായി. അതൊന്നും നമ്മൾ 1-2 മേടിച്ചായിരുന്നു. ഫൈനലി നമ്മളവിടെ നിന്ന് എക്സിറ്റ് ചെയ്തു. പക്ഷേ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ വേറൊരു എക്സിറ്റും കൂടി ഉണ്ടെന്ന്. അതിൻ്റെ ഇടയിൽ കുറേ കാണാനും അതേപോലെ കുറേ കളിക്കാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് കൊച്ചുങ്ങൾക്ക് മാത്രമല്ല വലിയവരും കളിക്കാം. നമ്മളൊന്നിലും കയറിയൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് അവിടെ എല്ലാം കറങ്ങി കണ്ട് ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇത്തുവിനെ ഇങ്ങനെ കറങ്ങി അവിടെ എല്ലാം കാണിച്ചു കൊടുത്ത് നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. സോ നമ്മുടെ എക്സ്പ്ലോ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ എക്സിറ്റ് ചെയ്തിരിക്കുകയാണ്. നേരെ വീട്ടിലേക്ക് പോവാണ്. ബൈ. സോ ഗൈസ്, ഞങ്ങളെല്ലാം കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഇവിടെ അടിപൊളിയാണ്. ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഓക്കെ ഗൈസ്, ബൈ. ഇത് അലമ്പായി തുടങ്ങി. ആൾക്കിവിടെ കിടന്ന് ഇത് ടാറ്റാ ടാറ്റാ ബൈ.